റിയൽമിയുടെ റിയൽമി GT6 എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 41,000 രൂപ പ്രൈസ് റേഞ്ചിലായിട്ടാണ് ഈ ഫോൺ ഇപ്പം ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് റിയൽമി GT6 എന്ന ഫോണിന്റെ ഒരു സ്പെസിഫിക്കേഷൻ അനാലിസിസ് ആണ്. നമ്മൾ ആദ്യം ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6.78 ഇഞ്ചിന്റെ 1.5K ഡിസ്പ്ലേ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അമോലെഡ് ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. പിന്നെ LTPO എന്നുള്ള ഫീച്ചർ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. അതായത് റിഫ്രഷ് റേറ്റ് 1 ഹെർട്സിന്റെയും 120 ഹെർട്സിന്റെയും ഇടയിലായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. ഇതിൽ മാക്സിമം 120 ഹെർട്സിന്റെ റിഫ്രഷ് റേറ്റ് ആണ് വരുന്നത്. പിന്നെ 360 ഹെർട്സിന്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും വരുന്നുണ്ട്. ഇതിൽ 2500 ഹെർട്സിന്റെ ഇൻസ്റ്റന്റ് ടച്ച് സാമ്പിളിംഗ് റേറ്റ് എന്നുള്ള ഫീച്ചറും വരുന്നുണ്ട്. പിന്നെ കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെയാണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. പഞ്ചോൾ ഡിസൈൻ വരുന്നുണ്ട്. പഞ്ചോൾ വരുന്ന ടോപ്പ് സെന്റർ ഭാഗത്തായിട്ടാണ്. ഡോൾബി വിഷന്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. 10-bit ഡിസ്പ്ലേ പോലുള്ള ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ പീക്ക് ബ്രൈറ്റ്നസ് 6000 നിറ്റ്സ് വരെ വരുന്നുണ്ട്. വളരെ കൂടിയൊരു പീക്ക് ബ്രൈറ്റ്നസും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ 2160 ഹെർട്സിന്റെ PWM ഡിമ്മിങ് എന്നുള്ള ഫീച്ചറും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. പിന്നെ ഫോണിന്റെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് വിക്ടസ് 2ന്റെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. മികച്ചൊരു പ്രൊട്ടക്ഷനും ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് തന്നെ ഈ ഫോണിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. പിന്നെ നല്ലൊരു പ്രൊട്ടക്ഷനും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ ഈ ഫോണിൽ വരുന്നുണ്ട്. ഫോണിന്റെ വെയിറ്റ് വരുന്നത് ഏകദേശം 199 ഗ്രാമാണ്. തിക്നെസ് വരുന്നത് 8.65 mm ആണ്. പിന്നെ IP65 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഗ്ലാസ് ബാക്ക് ബോഡിയാണ് ഈ ഫോണിൽ കൊടുത്തിരിക്കുന്നത്. പ്ലാസ്റ്റിക് ഫ്രെയിമേ ഇതിൽ വരുന്നുള്ളൂ. പിന്നെ ഈ ഫോണിന്റെ ഫ്ലൂയിഡ് സിൽവർ അതുപോലെ തന്നെ റേസർ ഗ്രീൻ എന്നീ കളർ വേരിയൻസ് ആണ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. പ്രോസസറിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സ്നാപ്ഡ്രാഗൺ 8s Gen 3 എന്ന പ്രോസസർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. ഇത് സ്നാപ്ഡ്രാഗൺ 8 Gen 3 എന്ന ഫ്ലാഗ്ഷിപ്പ് പ്രോസസറിന്റെ തൊട്ട് താഴെ വരുന്ന പ്രോസസറാണ്. മികച്ചൊരു പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഇതിൽ വരേണ്ടതാണ്. 41,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇത് അത്യാവശ്യം നല്ലൊരു പ്രോസസർ തന്നെയാണ്. പിന്നെ ഇതേ സെയിം പ്രോസസർ 30,000 രൂപ പ്രൈസ് റേഞ്ചിൽ വരുന്ന പോക്കോ F6 5G എന്ന ഫോണിലും വരുന്നുണ്ട്. എന്നാലും 41,000 രൂപ പ്രൈസ് റേഞ്ചിലും ഇത് അത്യാവശ്യം നല്ലൊരു പ്രോസസറാണ്. പിന്നെ ഇതിൽ കുറെ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതും നല്ലൊരു കാര്യം തന്നെയാണ്. 5G സപ്പോർട്ട് വരുന്നുണ്ട്. 13ഓളം 5G ബാൻഡ്സ് കൊടുത്തിട്ടുണ്ട്. ബേസ് വേരിയന്റിൽ 8GB റാമും 256GB ഇന്റേണലുമാണ് വരുന്നത്. 12GB റാമും 256GB ഇന്റേണലുമായിട്ട് വരുന്ന വെർഷനും 16GB റാമും 512GB ഇന്റേണലുമായിട്ട് വരുന്ന ഒരു വെർഷനും വരുന്നുണ്ട്. LPDDR5Xന്റെ റാമും UFS 4.0 സ്റ്റോറേജ് ടൈപ്പും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മെമ്മറി കാർഡ് സ്ലോട്ടും കാര്യങ്ങളൊന്നും വരുന്നില്ല. IR ബ്ലാസ്റ്റർ എന്നുള്ള ഫീച്ചർ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഫോൺ റിമോട്ടൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ കഴിയുന്നതായിരിക്കും. NFC എന്നുള്ള ഫീച്ചർ ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഫോൺ വെട്ടനീറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് 3D ടാമ്പേർഡ് ഡുവൽ VC കൂളിംഗ് സിസ്റ്റം ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഏരിയ വരുന്നത് 10,014 mm² ആണ്. പിന്നെ X-ആക്സിസ് ലീനിയർ മോട്ടർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട് നല്ല വൈബ്രേഷൻ എഫക്റ്റിന് വേണ്ടിയിട്ട്. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഒക്കെ ഈ ഫോണിൽ വരുന്നുണ്ട്. 3.5 mm ഓഡിയോ ജാക്ക് ഈ ഫോണിൽ കൊടുത്തിട്ടില്ല. Android 14 ബേസ് ആയിട്ടുള്ള റിയൽമി സോഫ്റ്റ്വെയർ ആണ് ഈ ഫോണിൽ വരുന്നത്. ഇതിൽ 3 കൊല്ലത്തെ OS അപ്ഡേറ്റും 4 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിന്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് കൊടുത്തിരിക്കുന്നത്. 50 മെഗാ പിക്സലിന്റെ f1.69 അപ്പേഴ്സിൽ വരുന്ന മെയിൻ ക്യാമറ സെൻസറാണ് ഈ ഫോണിൽ വരുന്നത്. ഇത് സോണി LYT808ന്റെ സെൻസറാണ്. OSന്റെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ 8 മെഗാ പിക്സലിന്റെ f2.2 അപ്പേഴ്സിൽ വരുന്ന സോണി IMX355ന്റെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ഇതിൽ വരുന്നുണ്ട്. ഇതിന്റെ ഫീൽഡ് ഓഫ് വ്യൂ വരുന്നത് 112 ഡിഗ്രിയാണ്. പിന്നെ 50 മെഗാ പിക്സലിന്റെ f2.0 അപ്പേഴ്സിൽ വരുന്ന ടെലിഫോട്ടോ ലെൻസും വരുന്നുണ്ട്. ഇത് സാംസങ് Gen 5ന്റെ സെൻസറാണ്. അപ്പം ഇതിൽ ടെലിഫോട്ടോ ലെൻസ് ഒക്കെ വരുന്നുണ്ട്. പിന്നെ ഫ്രണ്ടിൽ 32 മെഗാ പിക്സലിന്റെ f2.45 അപ്പേഴ്സിൽ വരുന്ന സെൽഫി ക്യാമറ ആണ് വരുന്നത്. ഇത് സോണി IMX615ന്റെ സെൽഫി ക്യാമറ ആണ്. അപ്പം ഓൺ പേപ്പർ അത്യാവശ്യം നല്ലൊരു ക്യാമറ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. ക്യാമറ ടെസ്റ്റിംഗ് ഒന്നും നമ്മൾ നടത്തിയിട്ടില്ല. ജസ്റ്റ് ഓൺ പേപ്പർ ക്യാമറ സ്പെസിഫിക്കേഷനെ പറ്റി മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. ബാറ്ററിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 5500 mAh ബാറ്ററിയാണ് വരുന്നത്. അപ്പോൾ നല്ലൊരു ബാറ്ററി കപ്പാസിറ്റി വരുന്നുണ്ട്. അത് മാത്രമല്ല 120 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് സപ്പോർട്ടും ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു ചാർജിങ് സ്പീഡും ഇതിൽ കൊടുത്തിട്ടുണ്ട്. Type-C ചാർജിംഗ് പോർട്ടുമായിട്ടാണ് ഈ ഒരു സ്മാർട്ട് ഫോൺ വരുന്നത്. അപ്പോൾ നല്ലൊരു ബാറ്ററി സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 8GB റാം 256GB ഇന്റേണൽ വെർഷന്റെ വില വരുന്നത് 40,999 രൂപയാണ്. 12GB റാം 256GB ഇന്റേണൽ വെർഷന്റെ വില വരുന്നത് 42,999 രൂപയാണ്. അതുപോലെ തന്നെ 16GB റാം 512GB ഇന്റേണൽ വെർഷന്റെ വില വരുന്നത് 44,999 രൂപയാണ്. ജൂലൈ 25 മുതലാണ് ഫോണിന്റെ സെയിൽ നടക്കുന്നത്. ICICIയുടെ HDFCയുടെ അതുപോലെ തന്നെ SBIയുടെ ഒക്കെ കാർഡ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 4,000 രൂപയുടെ ഓഫും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും.
എന്തായാലും ഓവറോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 41,000 രൂപ പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം തിരക്കില്ലാത്ത നല്ല ഫീച്ചേഴ്സ് ഒക്കെ ഈ ഫോണിൽ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സ് വരുന്നുണ്ട്, പ്രോസസ്സർ അത്യാവശ്യം നല്ലൊരു പ്രോസസ്സർ തന്നെയാണ്, പിന്നെ AI ഫീച്ചേഴ്സ് ഒക്കെ വരുന്നുണ്ട്. ഓൺ പേപ്പർ അത്യാവശ്യം നല്ലൊരു ക്യാമറ സ്പെസിഫിക്കേഷനും നല്ലൊരു ബാറ്ററി സെറ്റപ്പും വരുന്നുണ്ട്. പിന്നെ ഇപ്പം അടുത്ത് ഇന്ത്യൻ മാർക്കറ്റിൽ Xiaomi CV4 എന്ന ഒരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഫോണിലും ഏകദേശം ഇതുപോലെ അത്യാവശ്യം ഓൾറൗണ്ടർ ആയിട്ടുള്ള ഒരു ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ തന്നെയാണ് വന്നിട്ടുള്ളത്. ഏകദേശം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ തന്നെയാണ് ആ ഒരു ഫോൺ വരുന്നത്. അപ്പം ആ ഒരു ഫോണിന് ഈ ഫോൺ അത്യാവശ്യം നല്ലൊരു കോമ്പറ്റീഷൻ തന്നെയായിരിക്കും. എന്തായാലും ഓവറോൾ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വരുന്നുണ്ട് എന്ന് തന്നെ പറയാവുന്നതാണ്. ഇപ്പോൾ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലും അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ തന്നെ ഈ ഫോണിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. അപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരു ഫോൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോൺ കൺസിഡർ ചെയ്യാവുന്നതാണ്. എന്തായാലും Realme GT6 എന്ന ഫോൺ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം തിരക്കില്ലാത്ത നല്ലൊരു ഫോണായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.